ഹായ്, ഞാൻ രേവതി. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, നമുക്ക് ബേക്കിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ബേക്കിംഗ് എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ബേക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഹോം ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ടൂൾസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൽ ഏതൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളതെന്നും അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മെയിൻ ടൂള് നമ്മുടെ കേക്ക് ടിന്നാണ്. അപ്പോൾ കേക്ക് ടിന്ന് പല സൈസിലും പല ഷേപ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ടിന്ന് സെലക്ട് ചെയ്യുന്നത് കേക്കിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇതിൽ നമുക്ക് ചെറിയ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 1/4 കിലോൻ്റെ വരുന്ന കേക്ക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞ് പ്ലം കേക്ക്സ് ഒക്കെ ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് 6 ഇഞ്ചിൻ്റെ കേക്കാണ്. ഇത് നമുക്ക് 1/2 kg കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇതിൽ നമുക്ക് 1/2 kg മുതൽ 1 kg വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 8 ഇഞ്ചിൻ്റെ കേക്കാണ്. ഇതിൽ നമുക്ക് 1 മുതൽ 1.5 കിലോ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് 9 ഇഞ്ചാണ്. ഇതിൽ നമുക്ക് 1.5 കിലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 കിലോ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് 8 ഇഞ്ചിലും 7 ഇഞ്ചിലും 1 കിലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ ചില ഹൈറ്റ് ഡിഫറൻസ് ആണ് നമുക്ക് വരാം. അപ്പോൾ ഇത് സ്ക്വയർ ടിൻ ആണ്. ഇത് 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിൻ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്ക്വയർ ടിന്നോ റൗണ്ട് ടിന്നോ ഏത് വേണമെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ നമ്മുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. പിന്നെ ഇത് ഒരു പുഡിംഗ് ബൗളാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡോൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡോൾ കേക്കിന് വേറെ തന്നെ ആയിട്ട് ഒരു ടിൻ ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്തത് ഇതുപോലത്തെ സ്പ്രിംഗ് ഫോംസ് ആയിട്ടുള്ള കേക്ക് ടിൻ ആണ്. ഇത് കൂടുതലും ചീസ് കേക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ സാധാരണ കേക്കും ഉണ്ടാക്കാം, പക്ഷെ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അതേപോലെ നമുക്ക് കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. ഇതിപ്പോൾ അലുമിനിയത്തിൻ്റെ മോൾഡാണ്. അതേപോലെ നമുക്ക് അലുമിനിയം ഫോയിലിൻ്റെയും വാങ്ങിട്ടും ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഇതുപോലത്തെ പേപ്പർ കപ്സ് നമുക്ക് വാങ്ങിട്ടും ഇതിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ വലുതും ചെറുതും എല്ലാം അവൈലബിൾ ആണ്. വലുതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ നല്ല ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് ഗിഫ്റ്റ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇത് പേപ്പർ കപ്സ് ആണ്. നമ്മൾ കപ്പ് കേക്ക്സ് ഇതിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് യൂസ് ചെയ്യാനുള്ള പേപ്പർ കപ്സ് ആണിത്. ഇത് സിലിക്കൺ ടൈപ്പ് ബ്രെഡ് മോൾഡ് ആണിത്. ഇതിൽ നമുക്ക് ടീ കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ലോഫ് പോലത്തെ ഫ്രൂട്ട് കേക്ക് അങ്ങനത്തെ കേക്ക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സിലിക്കൻ്റെ ആണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതായത് മെഷറിംഗ് കപ്സ് ആണിത്. അപ്പോൾ കേക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മെഷർമെൻറ്റ്സ്. അപ്പോൾ ഇതുപോലെയുള്ള കപ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ 1 കപ്പാണ്. അതായത് 250 ml 1 കപ്പാണ്. അതേപോലെ 1/2 കപ്പ്, ഇത് 1/3 കപ്പ്, ഇത് 1/4. അപ്പോൾ ഇത് മെഷറിംഗ് സ്പൂൺ ആണ്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ വരെ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം നമുക്ക് കേക്കിൻ്റെ ഒക്കെ മെഷർമെൻറ്റ്സ് വളരെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ മെഷർമെൻറ്റ്സിലൊക്കെ തെറ്റ് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് ചിലപ്പോൾ ഹാർഡായി പോകും, ചിലപ്പോൾ ഓവറായിട്ട് മോയിസ്റ്റ് ആയി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ മെഷർമെൻറ്റ്സ് എപ്പോഴും നല്ല കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനൊന്നും അധികം റേറ്റ് ഒന്നും ഇല്ല. ഇതുപോലെ കപ്സും പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആണ് ഇതൊക്കെ. സ്പാറ്റുലാസ് ആണ്. ഇത് സിലിക്കൺ സ്പാറ്റുലയാണ്. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ ബാറ്ററൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഡ്രോപ്പ് പോലും വേസ്റ്റ് ആവാതെ നമുക്ക് ഇങ്ങനത്തെ സിലിക്കൺ സ്പാറ്റുല വെച്ച് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റീൽ അല്ലെങ്കിൽ ഒരു വുഡൻ സ്പാറ്റുലയെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനത്തെ സിലിക്കൺ സ്പാറ്റുലയാണ്. പിന്നെ ഇത് ഒരു സ്ട്രെയിനർ ആണ്. അപ്പോൾ ഇത് കുറച്ച് കുഴിയുള്ള സ്ട്രെയിനർ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം ഇത് ഹാൻഡ് മിക്സർ ആണ്. ഇതിപ്പോൾ വല്ലപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഇത് നിർബന്ധമില്ല, പക്ഷേ ഹോം ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും വേണ്ട ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വിസ്ക് യൂസ് ചെയ്തിട്ടും ചെയ്യാം, പക്ഷെ ഒരുപാട് സമയം എടുക്കും നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ. അപ്പം ഇതാണ് അതിൻ്റെ 2 ബ്ലേഡ്സ്. ഇത് പിന്നെ നമ്മൾ ഡോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ബ്ലേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബ്ലേഡ്സ് ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ. അപ്പോൾ നമുക്കിത് ഇജക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഹാൻഡ് മിക്സർ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല കമ്പനിയുടെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 250 വാട്ടിൻ്റെ മുകളിലുള്ളത് എപ്പോഴും വാങ്ങാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഈ ഹാൻഡ് മിക്സർ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതുപോലെ ബജാജ്, വേറെ പല കമ്പനീസിൻ്റെയും അവൈലബിൾ ആണ്. ബജാജിൻ്റെ ഒക്കെ അത്ര ഒരുപാട് റേറ്റ് ഒന്നുമില്ല, നമുക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. പിന്നെ ഇത് ടേൺ ടേബിൾ ആണ്. ഇത് നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേൺ ടേബിൾ ആണ്. ഇതിപ്പോൾ ഇത് ഫൈബറിൻ്റെ ആണ്. ഇത് നമുക്ക് സ്റ്റീലിൻ്റെയും അവൈലബിൾ ആണ്. ഇത് അത്ര ഫൈബറിൻ്റെ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് സ്പീഡ് ഉണ്ടാവില്ല, ചെറിയൊരു സ്പീഡേ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്റ്റീലിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടാവും. പക്ഷേ ബിഗിനേഴ്സിനൊക്കെ ഇത് ധാരാളമാണ്, ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പം ബേക്കിംഗ് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന് ഒരു 300 ആ റേഞ്ചുള്ള റേറ്റൊക്കെ. അപ്പോൾ ഇതൊരു സെറേറ്റഡ് നൈഫാണ്. അപ്പോൾ നമ്മൾ ബ്രെഡും കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഇങ്ങനത്തെ സെറേറ്റഡ് നൈഫാണ് നമ്മൾ യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് കേക്കിൻ്റെ ഫുൾ പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ നൈഫൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്, പിന്നെ കറക്റ്റ് ഷേപ്പ് ആവില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് നമുക്ക് കേക്കിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓഫ് സെറ്റ് പാലറ്റ് ആണ്. ഇത് നമ്മൾ ഐസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സെൻറ്ററൊക്കെ നല്ല സ്മൂത്തനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ചെറിയ പാലറ്റ്സ് ആണ്, ചെറിയ ടൈപ്പ് പാലറ്റ്സ് ആണ് ഇതൊക്കെ. ഇത് ഞാൻ 3 സെറ്റായിട്ട് മേടിച്ചതാണ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാലറ്റ്, ഇത് കുറച്ച് ഓഫ് സെറ്റ് പാലറ്റ്. ഇത് പിന്നെ നമ്മൾ എഡ്ജൊക്കെ ഷാർപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാലറ്റാണിത്. അപ്പോൾ കൂടുതലും കുറച്ച് വലുത് വാങ്ങുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് കേക്കൊക്കെ സെർവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ കേക്ക് സ്ക്രാപ്പറാണ്. ഇത് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് നല്ല ഉപയോഗമാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഇത് നിർബന്ധമായി വാങ്ങിക്കണം എന്നൊന്നും ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഇതുപോലത്തെയുള്ള കാർഡ്സ്, പഴയ കാർഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ സൈഡ്സിലൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഇത് ഒരു 6 ആക്ട് മോഡലിലുള്ള ഒരു സ്ക്രേപ്പറാണ്. അപ്പോൾ നമുക്ക് സൈഡ്സിലൊക്കെ ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രേപ്പറാണിത്. ഇതിപ്പോൾ പല ഷേപ്പിലാണ്, ഓരോ സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ്, ഓരോ സൈഡിലും ഓരോ ഷേപ്പാണ് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സാധനമാണ്. പിന്നെ ഉള്ളത് പൈപ്പിംഗ് ബാഗ്സ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള പൈപ്പിംഗ് ബാഗ്സ് അവൈലബിൾ ആണ്. അതല്ലാതെ കോട്ടൻ്റെ പൈപ്പിംഗ് ബാഗ്സും അവൈലബിൾ ആണ്. പക്ഷെ കൂടുതലും നല്ലത് ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗ്സ് ആണ്. ഇത് സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, അതേപോലെ വലിയ ലാർജും ഉണ്ട്. അത് ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കോട്ടൻ്റെ പൈപ്പിംഗ് ബാഗ് ആണ്. പക്ഷേ ഇത് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കിത് വാഷ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മുടെ ഈ ബാക്കി പൈപ്പിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിൽ അവിടെയൊക്കെ പറ്റി പിടിച്ച് നിൽക്കും. അപ്പോൾ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ആണ് പ്രിഫർ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഇത് പൈപ്പിംഗ് നോസിൽസ് ആണ്. നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നോസിൽസുകളാണിത്. അപ്പോൾ ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ചെറിയ നോസിൽസ് ആണ്. ഇത് ഞാനൊരു സെറ്റായിട്ടാണ് മേടിച്ചത്. അതേപോലെ കുറച്ച് വലിയ സൈസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വലിയ സൈസൊക്കെ ഞാൻ സിംഗിൾ പീസായിട്ടാണ് മേടിച്ചത്. എനിക്ക് തോന്നുന്നു സിംഗിൾ പീസായിട്ട് മേടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് റഷ്യൻ പൈപ്പിംഗ് നോസിലാണ്. ഇത് കുറച്ച് റേറ്റ് കൂടിയ നോസിൽസ് ആണ്. ഫുള്ളായിട്ടൊരു ഫ്ലവർ നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലവേഴ്സ് മാത്രമല്ല വെറൈറ്റി ഡിസൈൻസ് ഉള്ള നോസിൽസും അതിൽ അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇതുപോലത്തെ കേക്ക് ബോർഡ്സ്. ഇതിനൊന്നും അധികം വിലയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കേക്ക് ടിൻസ് എടുക്കുന്ന പോലെ തന്നെ കേക്ക് ബോർഡും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ 7.5 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പല സൈസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് റീയൂസ് ഒക്കെ ചെയ്യാം. പക്ഷേ ഹോം ബേക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതലും പുതിയത് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് ഐസ്ക്രീം സ്കൂപ്പാണ്. ഇതിപ്പോൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഈവൺ ആയിട്ടുള്ള ഷേപ്പ് കിട്ടാൻ നമുക്ക് ഇതുപോലുള്ള നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുക്കീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് റോസ് നെയിലാണ്. നമുക്ക് റോസസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോസ് നെയിൽസ് ആണിത്. പിന്നെ ഇത് ഇങ്ങനത്തെ ബോട്ടിൽസ് വാങ്ങാൻ കിട്ടും. ഇത് നിർബന്ധമൊന്നുമില്ല. ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ. പിന്നെ ഇത് ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കുറേ കുക്കി കട്ടേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് നല്ലതാണ്. പല ഷേപ്പിലുള്ള കുക്കീസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ മിക്സിംഗ് ബൗളാണ്. ഇതിപ്പോൾ ഗ്ലാസിൻ്റെ മിക്സിംഗ് ബൗളാണ്, ബോറോസിലിൻ്റെ ബൗളാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലാതെ തന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്സിൻ്റെ ബൗളുണ്ട്, മിക്സിംഗ് ബൗളുണ്ട്. ഇത് മൈക്രോവേവ് സേഫ് ആണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ് ബൗൾ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബൗൾസിനൊന്നും അത്ര വിലയൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും നല്ല കുഴിയുള്ള ബൗൾ എടുക്കാൻ ശ്രമിക്കാം. അതാകുമ്പോൾ നമ്മുടെ ബാറ്റർ ഒന്നും പുറത്തേക്ക് പോകില്ല. ഐസിങ് ചെയ്യുമ്പോഴായാലും നമുക്ക് ക്രീമൊക്കെ അടിച്ചെടുക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അങ്ങനത്തെ ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത് ബട്ടർ പേപ്പർ, ഇത് നമുക്ക് ലൂസായിട്ടും അതല്ലാതെ റോളായിട്ടും വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്യുക. പിന്നെ ഇത് ക്ലിംഗ് ഫിലിമാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ തലേദിവസം കേക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതൊന്ന് റാപ്പ് ചെയ്ത് എടുത്ത് വെക്കാം. അതാകുമ്പോൾ നമ്മുടെ കേക്ക് ഡ്രൈ ആയി പോവില്ല. മാത്രമല്ല നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നിൻ്റെയും സ്മെല്ല് നമ്മുടെ കേക്കിലേക്ക് വരില്ല. ഇതുപോലെ നമ്മൾ ക്ലിംഗ് ഫിലിമിൽ റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേക്കിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസ്. ഇപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഇതിലെല്ലാം ഒന്നും അത്യാവശ്യമില്ല, ഏതെങ്കിലും ഒന്നൊക്കെ മതി. പക്ഷേ ഹോം ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെയൊക്കെ എല്ലാം മേടിച്ച് വെക്കാം. മാത്രമല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബേക്ക് ചെയ്ത് നമുക്ക് പഠിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബേക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. ഇനിയും നല്ല നല്ല കേക്ക്സിൻ്റെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ബേക്കിംഗ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണാൻ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.